നമസ്കാരം. വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചുകൊണ്ട് ഫോമിലേക്ക് തിരിച്ചു വന്നതും ക്രിസ്ത്യാനോ റൊണാൾഡോ ബൈസൈക്കിൾ കിക്കിലൂടെ ഗോളടിച്ചതും ആനകളുടെ എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ സുപ്രീം കോടതി വ്യക്തമായിട്ട് ഓർമ്മ വരുന്നില്ല, ഒരു സുപ്രധാന വിധി വന്നതും ആയ സമയത്ത് തന്നെയാണ്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പോകാവുന്നൊരു സമയത്താണ് ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ചില ഉപതെരഞ്ഞെടുപ്പുകളുടെയും തിരഞ്ഞെടുപ്പുകളുടെയും ഫലം വന്നത്. ഉപതെരഞ്ഞെടുപ്പുകൾ പ്രധാനപ്പെട്ടതാണോ അല്ലയോ എന്നുള്ളത് വോട്ടിംഗ് ശതമാനം കൊണ്ടും വോട്ടിംഗ് ശതമാനത്തിലെ ആവേശക്കുറവ് കൊണ്ടും വിരലെണ്ണാവുന്ന സംസ്ഥാനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പ്രത്യക്ഷത്തിൽ ഭരണമാറ്റമൊന്നും ഇല്ലാതെ ഇരുന്നതുകൊണ്ടും ജനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വിരാട് കോഹ്ലിയുടേത് പലതുകൊണ്ടും പ്രധാനപ്പെട്ടതാണ്. കാരണം പലപ്പോഴും ഒരു തുടർച്ച നഷ്ടപ്പെട്ട സമയത്ത് സുരക്ഷിതമായ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു എതിരാളിയെ നേരിട്ടുകൊണ്ട് തൻ്റെ താളം വീണ്ടെടുക്കുന്നതിന് പകരം ഏറ്റവും ശക്തമായ ഒരു എതിരാളിയെ നേരിട്ടുകൊണ്ട് ഓസ്ട്രേലിയയിലെ വിശേഷം പെർത്തിൽ വിരാട് കോഹ്ലിക്ക് മികച്ച റെക്കോർഡുണ്ട് എന്നുള്ളത് അംഗീകരിച്ചാൽ പോലും ടീമും തൻ്റെ വ്യക്തിപരമായ ഫോമും ഏറ്റവും മികച്ചതല്ലാത്ത ഒരു ഘട്ടത്തിലൂടെ പോകുമ്പോൾ എല്ലാ വെല്ലുവിളിയും നിറഞ്ഞ ഒരു പ്രതലം തിരഞ്ഞെടുക്കുന്നു. തൻ്റെ ആവനാഴിയിലെ ഏറ്റവും കൂടുതൽ താൻ ഉപയോഗിക്കുന്ന ഷോട്ടുകളിൽ ഒന്നല്ലാത്ത സ്വീപ്പ് ഷോട്ടുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന വിരാട് കോഹ്ലിയെ നമ്മൾ കണ്ടിരുന്നു. ഇതിന് സമാനമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബൈസൈക്കിൾ കിക്ക്. ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരെടുത്താൽ അവർ ഏറ്റവും ചുരുങ്ങിയത് 65% പേരെങ്കിലും അല്ലെങ്കിൽ 60% പേരെങ്കിലും മിഡ്ഫീൽഡർമാരാണ്. അതിൽ നിന്നും പലതുകൊണ്ടും വ്യത്യസ്തനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർമാരിൽ ഹെഡറിലൂടെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ആളുകളിൽ ഒരാളെന്ന് വേണമെങ്കിൽ പറയാവുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഫിഗോയുടെ വിരമിക്കലിന് ശേഷം ഏറെക്കുറെ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയ ഒരു ടീമിനെ, അല്ലെങ്കിൽ ആ ചുരുങ്ങിയ ടീം വളരെ മനോഹരമായ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമിനെ, യൂറോപ്പിന് ബ്രസീൽ എന്നൊക്കെ പറഞ്ഞ ഒരു ടീമിനെ ക്രിസ്ത്യാനോയുടെ മേൽവിലാസത്തിലാണ് ലോകം അറിയുന്നത്. പക്ഷേ 2 പതിറ്റാണ്ടോളോ അല്ല അതിൽ കൂടുതലോ നീളുന്ന ഒരു ഫുട്ബോൾ സബരയിൽ അത്തരമൊരു ഷോട്ട് തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു ഷോട്ടിന് വേണ്ടി തുടർച്ചയായ പരിശീലനത്തോടെ തൻ്റെ കായിക മികവ് നിലനിർത്തിക്കൊണ്ട് അത്തരമൊരു ഷോട്ടുകൾ വീണ്ടും കളിക്കാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയെ നമ്മളവിടെ കാണുകയാണ്. എങ്ങനെയാണ് നവീകരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ തൻ്റെ കഴിവുകളിൽ ഊന്നി നിന്നുകൊണ്ടാണ്. അതോടൊപ്പം പുതിയ വഴികൾ തേടിക്കൊണ്ടാണ്. അല്ലെങ്കിൽ പുതിയതല്ലെങ്കിൽ പോലും താൻ തുടർച്ചയായി ഉപയോഗിക്കാത്ത വഴി ഉപയോഗിച്ചുകൊണ്ട് കൂടിയാണെന്നുള്ളത് കോഹ്ലിയുടെ സ്വീപ്പ് ഷോട്ടും തെളിയിക്കുന്നു. കോഹ്ലിയുടെ ഓസ്ട്രേലിയ സെഞ്ചുറി തെളിയിക്കുന്നു. ഒപ്പം ക്രിസ്ത്യാനോയുടെ ബൈസൈക്കിൾ കിക്ക് തെളിയിക്കുന്നു. ബൈസൈക്കിൾ കിക്കും ഹെഡർ ഗോളുകളും ക്രിസ്ത്യാനോ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൂർച്ചയേറിയ ആയുധങ്ങളാണ്. ഇതിന് സമാനമാണ് സുപ്രീം കോടതിയുടെ വിധി, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിധി. ഇതൊരു പുനരവലോകനത്തിന് വഴിവെക്കുന്നു. പ്രകൃതി എന്ന് പറയുന്നത്, ദൈവമെന്ന് പറയുന്നത് എല്ലാവരുടേതാണ് എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് നമ്മളെ എത്താൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഹൈക്കോടതിയുടെ ഒരു വിധി. മതവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ അമ്പലങ്ങളും ആനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, വിശേഷം RSSന് അല്ലെങ്കിൽ BJPക്ക് പുരോഗമനപരമായ തീരുമാനങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ട് മാറേണ്ടതാണ് ഈ വിധി. ഇതെല്ലാം നവീകരണത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നു.
ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങൾ തേടി പോവുകയല്ല ചെയ്യേണ്ടത്, നവീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതും പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതുമായ തെളിവുകളാണ് ഇവയെല്ലാം നമ്മളോട് പറയുന്നത്. ശാശ്വതമായി എന്തെങ്കിലും ഒന്ന് നിൽക്കണമെന്നോ എല്ലാ കാലത്തും ഒരേ രീതിയിൽ ചിന്തിക്കണമെന്നോ ഒന്നും ആരും ഒരിടത്തും ആവശ്യപ്പെടുന്നില്ല. ഭരണഘടനയുടെ 75 നമ്മൾ കടക്കുമ്പോൾ ഭരണഘടനാ ഭേദഗതി എന്നുള്ള ആശയം തന്നെ അതിനുള്ള തെളിവാണ്. കാലത്തോടൊപ്പം സഞ്ചരിക്കുക എന്നത് കാലത്തിനനുസരിച്ച് നവീകരിക്കുക എന്നുള്ള ഒരു വലിയ ആശയം കൂടിയാണ് ഭരണഘടനാ ഭേദഗതി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ വെല്ലുവിളികളെ നേരിടുക എന്നുള്ളത്. അതിന് വെല്ലുവിളികളെ നേരിടണമെങ്കിൽ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു മനസ്സുണ്ടാവണം, സാഹചര്യങ്ങളെ അറിയുന്ന, പ്രതലങ്ങളെ അറിയുന്ന ഒരു ശൈലി ഉണ്ടാവണം. ഫാസ്റ്റ് ബോളിംഗ് പിച്ചുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്ന വിരാട് കോഹ്ലി ആവാം, ഹെൽമറ്റ് ഇടാതെ വെസ്റ്റ് ഇൻഡീസിൽ ഇറങ്ങുന്ന ഗവാസ്കർ ആവാം, ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് പിൻവാങ്ങണമെന്ന് തീരുമാനിക്കുന്ന മാഗ്നസ് കാൾസൺ ആവാം. ഇതെല്ലാം പലതുകൊണ്ടും ഇത്തരം തെളിവുകളാണ്. ആ തെളിവുകളിലൂടെയാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത് എന്നുള്ളതിന് BJP നൽകുന്നതിനേക്കാൾ വലിയൊരു പാഠം ആരും നൽകാനില്ല. നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ദ്രാവിഡിനെ വിക്കറ്റ് കീപ്പറാക്കിക്കൊണ്ട് ഒരധികം കളിക്കാരനെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത മഹേന്ദ്ര സിംഗ് ധോണി വരുന്നതിന് മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരീക്ഷിച്ചിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ശൈലിക്ക് വീരേന്ദ്ര സെവാഗ് യോജിക്കുമോ എന്ന സംശയങ്ങൾ, വീരേന്ദ്ര സെവാഗിൻ്റെ ശൈലി, മാനസികാവസ്ഥ യോജിക്കുമോ എന്ന് കരുതുന്ന ഒരു കാലത്താണ് വീരേന്ദ്ര സെവാഗിനെ ഓപ്പണാക്കിക്കൊണ്ട് വലിയൊരു അഴിച്ചുപണിക്ക് സൗരവ് ഗാംഗുലി അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് മുതിരുന്നത് നമ്മൾ കാണുന്നത്. ഇതിന് പലതരം തെളിവുകൾ പല മേഖലയിലുണ്ട്. എങ്ങനെയാണ് സ്വയം നവീകരിക്കേണ്ടത്? പലപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ പറയുന്ന പോലെ ഏഷ്യയിലെ എതിരാളികളുമായി മാത്രം മല്ലിട്ടുകൊണ്ട് മത്സരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്റിനെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതിൽ നിന്ന് നേരെ വിഭിന്നമാണ് നേരത്തെ പറഞ്ഞ ഫാസ്റ്റ് ബോളിംഗ് പിച്ചുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വിരാട് കോഹ്ലി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതലം അറിയണം, എതിരാളികളെക്കുറിച്ച് അറിയണം. എതിരാളിയുടെ പ്രതലത്തിൽ മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ അവരെ നേരിടാനുള്ള വിഭവങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നത് തിരിച്ചടികളിൽ നിന്നുള്ള പഠനം കൂടിയാണ്. നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്, എവിടെയാണ് കുറവ് വരുന്നത്, ഏത് സാഹചര്യത്തിന് യോജിച്ച കളിക്കാരനാണ് എവിടെയാണുള്ളത്. മുമ്പ് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ റോബർട്ടോ കാർലോസിൻ്റെ കാൽക്കരുത്തും മെയ്വഴക്കവും പ്രതിരോധത്തിൽ ഉപയോഗിച്ചാൽ മതി എന്നുള്ള തീരുമാനം എടുക്കുന്നത് പോലെ തന്നെയാണ് ബൗൺസറുകൾ നന്നായി കളിക്കാൻ കഴിയാത്ത ഒരു കളിക്കാരനെ ഏറ്റവും മികച്ച സ്പിൻ ബൗളിംഗ് ഏറ്റവും മനോഹരമായി നേരിടുന്ന ഒരു കളിക്കാരനായി മാറ്റുന്ന രീതിയും. ഇതെല്ലാം സാഹചര്യങ്ങളുടെ, സംവിധാനങ്ങളുടെ ശേഷിയെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്നുണ്ടാവേണ്ടതാണ്. എല്ലാ കാലത്തും ഒരേ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ചിന്തയിൽ നിന്നുമാണ് ഇതെല്ലാം ഉണ്ടാവേണ്ടത്. എവിടെയാണ് പിഴവ് വന്നത്? നിങ്ങൾ ഒരേ രീതിയിൽ പോകേണ്ടതുണ്ടോ? നിങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ എതിരാളികൾ മാറുന്നുണ്ടോ? ആരാണ് നിങ്ങളുടെ യഥാർത്ഥ എതിരാളികൾ? ഇത് തിരിച്ചറിയാൻ കഴിയുന്നവരുമായ ആളുകളെയാണ് നമ്മൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടത്. ജാർഖണ്ഡും മഹാരാഷ്ട്രയും പലതുകൊണ്ടും പലതിലേക്കുള്ള ചൂണ്ടുവലകയാണ്. പലർക്കും പല രീതിയിലുള്ള തിരിച്ചറിവുകൾ.
നമ്മൾ തിരഞ്ഞെടുപ്പ് ആരംഭിക്കേണ്ടത് കോൺഗ്രസിൽ നിന്നുമാണ്. നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് നടത്താത്ത വിലയിരുത്തലുകൾ, ആ നടത്താത്ത വിലയിരുത്തലുകളുമായാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുകളെ സമീപിക്കുന്നത്. നേരെ മറിച്ച് BJP ഇതിൻ്റെ മറുവശത്താണ് നിൽക്കുന്നത്. കർഷകരും ദളിതരും സ്ത്രീകളും സഹായിക്കാതെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ആവില്ല എന്നുള്ളത് തിരിച്ചറിയുക. കർഷകരും ദളിതരും സ്ത്രീകളും എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ഘടന ഒന്നിച്ചവിടെ തെളിയുകയാണ്. ഭക്ഷ്യസ്വയം പര്യാപ്തത മുതൽ തൊഴിൽ മുതൽ വിദ്യാസമ്പന്നരായ സ്ത്രീകളും പുതിയ ഒരു കൂട്ടം വോട്ടർമാരും ഇതുവരെ വോട്ട് ചെയ്യാത്ത വോട്ടർമാർ, അതോടൊപ്പമാണ് ദളിതർ. സാമൂഹിക പുരോഗതിയുടെ ഏതളവുകളിൽ നോക്കിയാലും ഈ 3 വിഭാഗങ്ങൾക്കും സാമൂഹികമായ പുരോഗതിയും സാമൂഹികമായ ഉന്നതിയും സാമ്പത്തികമായ സ്വയം പര്യാപ്തതയും ഉണ്ടാവാതെ ഒരു രാജ്യത്ത് വികസനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ തിരിച്ചറിവിലേക്കാണ് പാശ്ചാത്യ രാജ്യം എത്തിയിട്ടുള്ളത്. വിദ്യാസമ്പന്നരായ സ്ത്രീകൾ തങ്ങളുടെ തൊഴിലിന് ഭീഷണിയാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരെ എത്തിയ പാശ്ചാത്യ ലോകത്തെ നമ്മൾ കാണുന്നു. അത് പാശ്ചാത്യ ലോകത്തിൻ്റെ ഇടുങ്ങിയ മനസ്സാണെന്നെങ്കിൽ പോലും, പുരുഷ മേൽക്കോയ്മയുടെ മനസ്സാണെങ്കിൽ പോലും, സ്ത്രീകൾ എത്രമാത്രം സാമ്പത്തികമായ ഉന്നതി നേടി എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞ പോലെ ഏകാധിപത്യ രാജ്യമായിരിക്കുമ്പോഴും റഷ്യയ്ക്ക് വേണ്ട വിഭവങ്ങളെല്ലാം റഷ്യയ്ക്ക് നിർമ്മിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണമാണ്. കർഷകർ അവിടെയാണ് വരുന്നത്. ബ്രിജ്ഭൂഷണും കർഷക സമരത്തിലേക്ക് ഇടിച്ചു കയറ്റിയ ജീപ്പുമെല്ലാം ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും കീഴിലല്ലാതെ, ദയയിലല്ലാതെ ഭരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് തങ്ങളെ എത്തിച്ചു എന്ന തിരിച്ചറിവിൽ നിന്നുമാണ് BJP 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും പുറത്തു കടന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഹരിയാനയും മഹാരാഷ്ട്രയും ഇപ്പോൾ നമുക്ക് നൽകുന്നത്. അവിടെയാണ് കോൺഗ്രസിൻ്റെ പദ്ധതികളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്. മോഡിക്കപ്പുറത്തേക്ക് പോകുന്ന RSS, ഹിന്ദുവിനപ്പുറത്തേക്ക് പോകുന്ന മോഡി, ഇന്ത്യയുടെ ഉള്ളിലേക്ക് പോകുന്ന BJP, ഈ 3 പേരും ഇടുങ്ങിയ ആശയങ്ങളുടെ, ഈ 3 വ്യക്തിത്വങ്ങളും ഇടുങ്ങിയ ആശയങ്ങളുടെ പ്രയോക്താക്കളായിരുന്നു. പരസ്പരം ചേർന്ന് നിൽക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഈ 3 പേരും വിശ്വസിച്ചിരുന്നു. ഇതിൽ RSS തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യം വരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. എന്നാൽ ഇവരെല്ലാം തങ്ങളുടെ സ്വത്വം തിരിച്ചറിയുന്നുണ്ട്, തങ്ങളുടെ അടിസ്ഥാനം തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ തങ്ങൾക്ക് അടിസ്ഥാനപരമായി ചെന്നെത്താവുന്ന, തങ്ങളിലേക്ക് എത്താനും തങ്ങൾക്ക് എത്താനും കഴിയാവുന്നവരിൽ അപ്പുറത്തേക്ക് പോകണമെന്ന തിരിച്ചറിവിലേക്ക് ഈ 3 സംവിധാനങ്ങളും 3 സങ്കേതങ്ങളും അല്ലെങ്കിൽ ഈ 3 വ്യക്തിത്വങ്ങളും എത്തി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ നമുക്ക് നൽകുന്നത്. അവിടെയാണ് നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കടക്കുന്നത്. മഹാരാഷ്ട്രയിൽ കടക്കുന്നതിന് മുമ്പ് BJP എങ്ങനെ ഇന്ത്യയുടെ ഉള്ളിലേക്ക് കടക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മോഡിക്കും RSSനും BJPക്കും എത്താനാവാത്ത ഇടങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ വിശാലമായ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഇടവഴികളിലുണ്ട്. അവിടേക്ക് ഷിൻഡയും പവൻ കല്യാണും ജോർജ് കുര്യനും വേണമെന്ന് BJP അറിയുന്നു. ഫഡ്വനിസും രാജഗോപാലിനെ പോലെയുള്ളവർ ആ വാതിലിന് പിന്നിൽ ഉണ്ടാവണമെന്ന് അവരറിയുന്നു. ഇതൊരു വലിയ തിരിച്ചറിവാണ്. തങ്ങൾക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തണമെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ്. ഇതിൻ്റെ പരിണത ഫലമാണ്
അല്ലെങ്കിൽ ഈ തിരിച്ചറിവിൻ്റെ ഉൽപ്പന്നങ്ങളായി നമ്മുടെ മുന്നിലെത്തുകയാണ് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ മായാവതിയും രാജ് താക്കറെയും ഉത്തരേന്ത്യയിലെ സോഷ്യലിസ്റ്റ് സംവിധാനങ്ങളും. കാരണം ഇവയെല്ലാം ഏറെക്കുറെ ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവർ പ്രതിദാനം ചെയ്തവരിലേക്ക് എത്താൻ BJPക്ക് RSSന് മോഡിക്ക് കഴിയുന്നു. RSSന് അപ്പുറത്തേക്ക് പോകാനുള്ള മോഡിയുടെ ശ്രമത്തിൽ നിന്നുമാണ് ഈ മാറ്റം ആരംഭിക്കുന്നത്. എന്നാൽ ആ മാറ്റം പൂർണ്ണമായി എന്നുള്ളത് നമ്മൾ ജാർഖണ്ഡിലെത്തുമ്പോൾ അന്വേഷിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചറിവുകളിലൂടെ പദ്ധതികളുടെ കൃത്യമായ ആവിഷ്കരണത്തിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. തിരഞ്ഞെടുപ്പ് പ്രചാരണം സോഷ്യൽ മീഡിയയിലേക്കും ചാനൽ ചർച്ചകളിലേക്കുമെല്ലാം കടന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. എല്ലാ സർവേകളും തിരഞ്ഞെടുപ്പ് ഫലങ്ങളുമൊക്കെ എല്ലാം നമ്മളെ അറിയിക്കുന്നത് വോട്ടിംഗ് ശതമാനം കുറയുന്നതിനെക്കുറിച്ചാണ്. വിശേഷം ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് പോലും അവിടെയാണ് വോട്ടിംഗ് ശതമാനം ഉയർത്തേണ്ടതിൻ്റെ ആവശ്യകത BJP തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾ തിരിച്ചറിയുന്നത്. ജാർഖണ്ഡും മഹാരാഷ്ട്രയും അതിനുള്ള തെളിവാണ്. കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ആ എത്തേണ്ട ആളുകൾ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്? അവിടെ നിന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയത്തോടോ ഏതെങ്കിലും ആദർശത്തോടോ അന്ധമായ താല്പര്യമുള്ളവരുടെ എണ്ണം ലോകമെമ്പാടും കുറഞ്ഞു വരികയാണെന്നുള്ളതാണ്. അവിടെയാണ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മൾ വിഷയങ്ങൾ എടുത്തിടേണ്ടതിൻ്റെയും ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതിനും ആവശ്യകത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തിരിച്ചറിയുന്നത്. അതിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നവയുണ്ടാവാം, മറച്ചു വെച്ചവയുണ്ടാവാം, തീവ്രമായതുണ്ടാവാം, ഭിന്നിപ്പിക്കുന്നവയുണ്ടാവാം, പ്രാധാന്യം കുറഞ്ഞതുണ്ടാകും. പക്ഷേ അവ ചർച്ചയാവുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോസ്റ്റർ ഒട്ടിച്ചതുകൊണ്ടും ലഘുലേഖകൾ വിതരണം ചെയ്തതുകൊണ്ടും തെരുവിൽ പ്രസംഗിച്ചതുകൊണ്ടും ജനങ്ങളിലേക്ക് എത്താൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തിരിച്ചറിവ് BJPക്ക്, അല്ലെങ്കിൽ BJPക്ക് പ്രതിശേഷം RSSന് ഉണ്ടായിട്ടുണ്ട്. അവിടെ അന്നത്തെ പോലെ ഇതെല്ലാം കോൺഗ്രസിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. കാരണം ഈ പറയുന്ന അടയാളങ്ങളിലൊന്നും, അത് വിരാട് കോഹ്ലിയുടെ സ്വീപ്പ് ഷോട്ടിലായാലും ഫഡ്വനിസിൻ്റെ കാര്യത്തിലായാലും പിന്നിൽ നിന്ന് കളിക്കാൻ തീരുമാനിച്ച ഫഡ്വനിസിൻ്റെ കാര്യത്തിലായാലും ഇവിടെയൊന്നും ഉദാഹരണങ്ങളായിട്ട് BJP വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കുടിയേറ്റവും ആഭ്യന്തര കുടിയേറ്റവും ഒരേ സമയം സാമ്പത്തിക പ്രശ്നവും സാംസ്കാരിക പ്രശ്നവുമായി മാറുന്ന ഒരു കാലഘട്ടമാണ്. ഇത് രണ്ടും നിർബാധം തുടരുകയുമാണ്. ഇത് പലപ്പോഴും സാമ്പത്തിക സാമൂഹിക അന്തരത്തിൻ്റെ കൂടി തെളിവാണ്. കുടിയേറ്റം സംഭവിക്കുന്നത് കുറേ കൂടി മെച്ചപ്പെട്ട ഇടങ്ങളിലേക്കാണ്. ആ മെച്ചപ്പെട്ട ഇടങ്ങളിലേക്ക് എത്തുന്നത് മെച്ചം കുറഞ്ഞ ഇടങ്ങളിൽ നിന്നുമാണ്. ഇത് സൃഷ്ടിക്കുന്ന സാമൂഹികമായ പ്രതിസന്ധികളുണ്ട്. അതിൽ തൊഴിലുണ്ട്, എന്നാൽ അതിനേക്കാൾ ഉപരി അതിൽ സാംസ്കാരികതയുണ്ട്. അവിടെയാണ് വോട്ട് ബാങ്കിൻ്റെയും വോട്ട് ബേസിൻ്റെയും അത് ഉയർത്തേണ്ടതിനെയും പ്രാധാന്യം BJP തിരിച്ചറിയുന്നത്. കാരണം ക്ഷേമ പദ്ധതികളും പുതിയ വോട്ടർമാരുടെ എണ്ണവുമൊക്കെ എത്രമാത്രം നിർണായകമാണെന്നുള്ളതിന് പല തെരഞ്ഞെടുപ്പ് ഫലങ്ങളും തെളിയിക്കുന്നുണ്ട്. ക്ഷേമ പദ്ധതികൾ നേരിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിജയിച്ച് സ്വാധീനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും മഹാരാഷ്ട്രയിലെ ബാങ്കുകളിൽ നേരിട്ട് ഇത്തരം ക്ഷേമ പദ്ധതികൾ കൈപ്പറ്റാൻ വരുന്നവർ ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കുണ്ടാക്കിയ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ലേഖനം ഈ അടുത്ത് വായിച്ചു. അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് ജനങ്ങളിലേക്ക് എത്തേണ്ട പദ്ധതികളെക്കുറിച്ചാണ്, അവയുടെ ആത്മാർത്ഥതയ്ക്കപ്പുറം. കാരണം ഇന്ത്യയുടെ യഥാർത്ഥ പരിച്ഛേദമാണ് മഹാരാഷ്ട്ര. രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം അവിടെയുണ്ട്. കുടിയേറ്റത്തിൻ്റെ ഏറ്റവും വൈവിധ്യമാർന്ന, ഏറ്റവും മനോഹരമായ, ഏറ്റവും ഉദാത്തമായ രൂപം ഉള്ള ഇടം, ചേരികളും ബോളിവുഡുമുള്ള ഇടം. ആ ബോംബെ മുതൽ ജാതി രാഷ്ട്രീയവും ഭാഷാ രാഷ്ട്രീയവും ചേരുന്ന ഇടങ്ങളുണ്ട്.
ഇന്ത്യക്ക് ഉത്തർപ്രദേശ് പോലെ പ്രധാനപ്പെട്ട മഹാരാഷ്ട്രയുടെ വിദർഭയുണ്ട്, വ്യവസായങ്ങളുണ്ട്, കർഷകരുണ്ട്, സഹകരണ സംഘങ്ങളുണ്ട്. ഇവയെല്ലാം നിയന്ത്രിക്കുന്ന കുടുംബാധിപത്യ രാഷ്ട്രീയമുണ്ട്. സോയാബീനും പഞ്ചസാരയും കർഷകാത്മഹത്യയും ഹിന്ദുവും ഇന്ത്യയും മറാഠിയുമുണ്ട്. മഹാരാഷ്ട്രയിലെ തന്നെ നഗരങ്ങളിലേക്കും മഹാരാഷ്ട്ര വിട്ട് ഗുജറാത്തിലേക്കും പോകുന്ന തൊഴിലും അവസരങ്ങളും അതുവഴി നഷ്ടപ്പെടുന്ന സ്വാധീനവുമുണ്ട്. ഗുജറാത്ത് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ സംസ്ഥാനമാണെന്നത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിൽ അംബേദ്കറും സവർക്കറുമുണ്ട്. മഹാരാഷ്ട്രയിൽ ശിവസൈനികരും ഇസ്ലാമിക ഭീകരവാദവുമുണ്ട്. കുടുംബരാഷ്ട്രീയത്തിൻ്റെ, പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും സംഭവബഹുലവും അതോടൊപ്പം ഏറ്റവും ശക്തവുമായ പ്രതലങ്ങളുണ്ട്. ഗയാറാം രാഷ്ട്രീയത്തിൻ്റെ അപഹാസ്യമായ മുഖമുണ്ട്. വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ചുരുങ്ങുന്ന രാഷ്ട്രീയമുണ്ട്. അതിസമ്പന്നരും അതിദരിദ്രരുമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു യഥാർത്ഥ പരിച്ഛേദമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ആ മഹാരാഷ്ട്രയിലേക്ക് എത്തുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഇരട്ടിയിലധികം നിയമസഭാ മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്ര എന്ന് പറയുന്നത് സാമ്പത്തികമായും സാമൂഹികമായും വലിയൊരു ആവശ്യമാണ്. നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യങ്ങളെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സമ്പന്നമായ മുനിസിപ്പാലിറ്റി ഉള്ള ഒരു സംസ്ഥാനം. അപ്പോൾ ഇവിടേക്ക് എങ്ങനെ കടന്നു ചെല്ലാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാതെ പിന്നിൽ നിന്നും നിയന്ത്രിക്കുന്ന RSS ശൈലി അവിടെയാണ് BJP പ്രായോഗികമാക്കുന്നത്. വലിയ അളവോളം കോൺഗ്രസും ഇപ്പോൾ ഈ ശൈലിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രാദേശിക ശക്തികളെ, പ്രാദേശിക വികാരങ്ങളെ, ഇവയെല്ലാം പ്രാദേശിക വിഷയങ്ങളാക്കി മാറ്റി പരിഹരിച്ച് ക്ഷമയോടെ ദേശീയതയിലേക്ക് ലയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി നേരത്തെ പറഞ്ഞ പോലെ അതിസങ്കീർണമാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ RSSൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇവരെല്ലായിടത്തിലേക്കും BJPക്ക് നേരിട്ടെത്താൻ കഴിയുമോ? ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെത്താനാണ് ഘടകകക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്ന ആയുധമുള്ളത്. അതിനെ ചേർത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്ന, വിശകലനം ചെയ്യാനുള്ള, പിഴവുകളും പരിമിതികളും തിരിച്ചറിയാനുള്ള ഒരു മനസ്സുണ്ടാവേണ്ടത്. അവിടെയാണ് വെല്ലുവിളികൾ ഏറ്റെടുത്ത് നേരിടാനുള്ള ഒരു മനസ്സുണ്ടാവേണ്ടത്. വയനാടെന്ന സുരക്ഷിതമായ മണ്ഡലം തേടിയുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. സുരക്ഷിതമായ മണ്ഡലങ്ങൾ തേടി ഒരു അഖിലേന്ത്യാ നേതാവ് പോകുന്നു. 50% വരുന്ന, അല്ലെങ്കിൽ 40%-ലേറെ വരുന്ന മുസ്ലിം മതവിഭാഗത്തിൻ്റെ വോട്ടുകൾ മാത്രം നേടിയാൽ വിജയിക്കാൻ കഴിയുന്നൊരു മണ്ഡലത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴാണ് നേരത്തെ പറഞ്ഞ വിരാട് കോഹ്ലിയുടെ കാര്യവും BJPയുടെ മഹാരാഷ്ട്രയിലെ തന്ത്രങ്ങളും പ്രധാനപ്പെട്ടതാവുന്നത്. തങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായതോ, തങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചെല്ലാൻ കഴിയുന്നതോ ആയ മണ്ഡലങ്ങളല്ല, അല്ലെങ്കിൽ പ്രതലങ്ങളല്ല ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ടും അവിടേക്ക് എത്തുന്നു, ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. അതുതന്നെയാണ് പ്രധാനപ്പെട്ടത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ നമ്മൾ കോൺഗ്രസ് വഴി നമ്മൾ മഹാരാഷ്ട്രയിലൂടെ സഞ്ചരിക്കുന്നത്. ആ തിരിച്ചറിവിലേക്ക് എത്താനാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥ ഇന്ത്യ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസ് രാഹുൽ ഗാന്ധി മുതൽ സ്റ്റാലിൻ വരെ ചേർന്ന് നിൽക്കുന്ന ഇന്ത്യ അല്ല, ഭാരതമാണ് നമുക്കുള്ളത് എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അത് വലിയ അളവോളം ജനങ്ങൾ സ്വീകരിച്ചു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് സന്ദീപ് വാര്യരായി മാറിക്കഴിഞ്ഞ ഉദ്ധവ് താക്കറെ.
എങ്ങനെയാണ് സന്ദീപ് വാര്യരായിട്ട് ഉദ്ധവ് താക്കറെ മാറിയത് എന്നുള്ളതിന് ജനങ്ങൾക്കിടയിൽ നിശബ്ദരായി പ്രവർത്തിക്കുന്ന RSS ആണ് അത് BJPയോട് പറയുന്നത്, മോഡിയോട് പറയുന്നത്. അല്ലെങ്കിൽ RSSകാരൻ തന്നെയായ മോദിക്ക് അത് സ്വയം തിരിച്ചറിയാൻ കഴിയും. കാരണം കേഡർ പാർട്ടികളിൽ അല്ലെങ്കിൽ മതത്തിൻ്റെയോ ജാതിയുടെ പോലെയുള്ള മതവും ജാതിയോ പോലുള്ള തീവ്രമായ ആശയങ്ങളിൽ അടിയുറച്ച്, തീവ്രമെന്നോ വൈകാരികമെന്നോ പറയാവുന്ന ആശയങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് സന്ദീപ് വാര്യരും ഉദ്ധവ് താക്കറെയുമെല്ലാം ഒറ്റുകാരാണെന്ന് ഷിൻഡെ നമ്മളോട് പറയുകയല്ല, തെളിയിക്കുന്നു. അംബേദ്കറുടെ പേരക്കുട്ടി മഹാരാഷ്ട്രയിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ശ്രദ്ധിച്ച് കാണേണ്ടത്. സവർണ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ BJP എറുക്കുന്ന കോൺഗ്രസ് അത് തിരിച്ചറിയേണ്ടതാണ്. അവിടെയാണ് തങ്ങൾക്ക് എത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിലേക്ക് BJP എത്തുന്നതും പ്രാദേശിക വാദങ്ങളെ ഇന്ത്യയുടെ പ്രാദേശിക മുഖവും ഇന്ത്യയുടെ വൈവിധ്യത്തിൻ്റെ ഭാഗവുമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കാൻ, പ്രകടിപ്പിക്കാൻ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ നിങ്ങൾക്കൊരു പ്രാദേശിക കക്ഷിയുടെ ആവശ്യമില്ല എന്ന് RSS അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ മോഡി തെളിയിക്കുന്നത്. പതിറ്റാണ്ടുകളായി വിശേഷം കോൺഗ്രസ് ദുർബലമായതിനു ശേഷം, ദേശീയ തലത്തിൽ കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുന്നതിന് ശേഷം ഘടകകക്ഷി രാഷ്ട്രീയത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് ഓരോ വട്ടവും സീറ്റുകൾ കുറഞ്ഞ് കോൺഗ്രസ് വന്നിരുന്ന കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സമ്മർദ്ദ ശക്തിയായ ശരത് പവാർ അല്ലെങ്കിൽ ശരത് പവാറിൻ്റെ NCP ഇന്ന് എവിടെ എത്തി എന്നുള്ളത് ജനങ്ങളുടെ ഹൃദയമിടി പറയുന്ന RSSൻ്റെ സാക്ഷ്യം അതിനുണ്ട്, അല്ലെങ്കിൽ RSS അത് നമ്മളോട് പറയുന്നു. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് തിരിച്ചറിയാൻ കോൺഗ്രസ്സിന് കഴിയേണ്ടിയിരിക്കുന്നു. കാരണം തങ്ങളുടെ അടിസ്ഥാന വോട്ടുകളിലേക്ക് തിരിച്ചെത്താൻ ഇത് ഉദ്ധവ് താക്കറയെ പ്രേരിപ്പിക്കും. അത് അടിസ്ഥാനപരമായി സമ്മർദ്ദം ചെലുത്താൻ പോകുന്നത് കോൺഗ്രസ്സിനാണ്. BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ അത്രത്തോളം തീവ്രമല്ലാത്ത മുഖമാകുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു വ്യക്തിത്വവും ഉദ്ധവ് താക്കറെയുടെ അച്ഛൻ ബാലാസാഹിബ് താക്കറയ്ക്ക് അവകാശപ്പെടാനില്ല. അതിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഷിൻഡെ RSS ഉദ്ധവ് താക്കറെയോടും അതോടൊപ്പം ഇന്ത്യ മുന്നണിയോടും പറയുന്നു. അവിടെ നിന്നാണ് നമ്മൾ ജാർഖണ്ഡിലേക്ക് കിടക്കുന്നത്. മഹാരാഷ്ട്ര നൽകിയതിന് സമാനമായ ചിത്രങ്ങളാണ് ഷിബു സോറൻ അവിടെ വരച്ചു കാട്ടുന്നത്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പ്രായോഗിക രാഷ്ട്രീയം മനസ്സിലായിക്കൊണ്ട് ഏറ്റവും പ്രവർത്തനക്ഷമമായി പ്രവർത്തിച്ച